35ാമത് എറണാകുളം റവന്യൂ ജില്ലാ കലോത്സവം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കൊടിയിറങ്ങുകയാണ്. 14 സബ് ജില്ലകളിലായി 10,000-ഓളം പ്രതിഭകൾ മാറ്റുരച്ച ഒരു ഉത്സവമാണ് MGM ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യവേദിയായി നടന്നത്. 15ഓളം കമ്മിറ്റികൾ, 15ഓളം വേദികൾ, 10,000-ഓളം വിദ്യാർത്ഥികൾ 35ാമത് റവന്യൂ കലാമേളയ്ക്ക് കൊടിയിറങ്ങുകയായി. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് ഈ മേളയുടെ നടത്തിപ്പുകാരായ എറണാകുളം DD ഓഫീസിലെ DDയും അതുപോലെ മറ്റു ഉദ്യോഗസ്ഥരുമാണ്. കഴിഞ്ഞ 4-5 ദിവസക്കാലമായി ഈ മേളയുടെ നടത്തിപ്പിനായി ഇവരിവിടെ ഈ സ്കൂൾ ഓഡിറ്റോറിയം, ഈ സ്കൂളിൻ്റെ 2 റൂമുകൾ ഇവരുടെ ഒരു ഓഫീസാക്കി മാറ്റി പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. വളരെ മനോഹരമായി തന്നെ 15 വേദികളിൽ മത്സരങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന എറണാകുളം DD ഹണി ജി അലക്സാണ്ടർ നമ്മളോട് 2 വാക്ക്. നമ്മളെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ മേളകൾ, വിവിധങ്ങളായ മേളകൾ ഞങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും സ്കൂൾ മേളകൾ കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും വളരെയേറെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അതീവ ശ്രദ്ധ ആവശ്യമുള്ള ഒന്നാണ്. അപ്പോൾ സ്കൂൾ മേളകൾ ഇത്ര ജനകീയമായിരിക്കുന്നത് അത് കേരളത്തിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന നിരവധി കലാരൂപങ്ങൾ ഇതിൽ ഉണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കലാമേളകളുടെ സംഘാടനം സ്കൂൾ തലത്തിൽ തുടങ്ങി, പിന്നീട് ഉപജില്ലകളിൽ തുടങ്ങി, പിന്നെയാണ് ജില്ലയിലേക്ക് എത്തുന്നത്. എറണാകുളത്ത് 14 ഉപജില്ലകളാണ്. 14 ഉപജില്ലകളിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച 9,000-ഓളം കുട്ടികളാണ് ഈ 5 ദിവസങ്ങളിൽ കുറുപ്പുംപടിയിൽ മത്സരിച്ചത്. അപ്പം ഞങ്ങൾക്ക് 15 വേദികളാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു സംഘാടനം എന്ന് പറഞ്ഞാൽ 14 വേദികളിൽ ഉള്ള ഏകോപനം മൊത്തം നടത്തുന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്റ്റാഫുകളാണ്. അതായത് ഒരു വേദിയിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു വിദ്യാഭ്യാസ ഓഫീസേഴ്സ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളൊരു സീനിയർ സൂപ്രണ്ടിൻ്റെ കൂടെ 2 ക്ലർക്കുമാർ, അതുപോലെ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ കൂടെ സീനിയർ ക്ലർക്കുമാർ എല്ലാവരെയും നമ്മൾ കൊടുത്ത് അവരുടെ നിയന്ത്രണത്തിലാണ് ജഡ്ജസ് വരുന്നത്. അതുപോലെ വെഹിക്കിൾ മാനേജ്മെൻറ്റ്, നമ്മൾ ഡ്യൂട്ടിക്കിട്ട ആളുകൾക്കുള്ള ഫുഡ് മാനേജ്മെൻറ്റ്, പ്രോഗ്രാം കമ്മിറ്റി ആയിട്ടുള്ള ലേസൺ വർക്ക്, അക്കൗണ്ട്സിൻ്റെ കൈകാര്യങ്ങൾ, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ എല്ലാം ഏകോപിപ്പിച്ചാണ് നമ്മൾ നടത്തുന്നത്. കൂടാതെ നമുക്ക് 15 സബ് കമ്മിറ്റികളാണുള്ളത്. അപ്പോൾ ആ സബ് കമ്മിറ്റികളുമായിട്ട് എന്ത് പ്രശ്നമുണ്ടായാലും ആദ്യം നമ്മളെ വേദികളിൽ ചാർജുള്ളവർ വിളിക്കും. അപ്പോൾ സബ് കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇതൊരു ഒത്തൊരുമയോടുകൂടി ഏകോപനത്തോടുകൂടി മാത്രം പ്രവർത്തിച്ചാൽ വിജയപ്രദമാക്കാവുന്ന ഒന്നാണ്. ഒരാൾക്ക് മാത്രമായി സാധിക്കുന്ന ഒന്നല്ല. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ DDക്ക് ജനറൽ കൺവീനർ ആണെങ്കിൽ ജനറൽ കൺവീനർ ചെയ്യുന്നത് പോലെ തന്നെ ഭാരിച്ചുത്തരവാദിത്തം അതിൻ്റെ സെക്ഷൻ്റെ സൂപ്രണ്ടാണ് റാണി എന്ന് പറഞ്ഞ സൂപ്രണ്ട്, സെക്ഷൻ ക്ലർക്കുണ്ട് ഹസൻ. അതുകൂടെ ആ സെക്ഷനിൽ ഒരുപാട് വേറെയും ക്ലർക്കുമാരുണ്ട്. ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്, അതേ മാഡമാണ് ഈ സ്റ്റാഫിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. പിന്നീട് നമ്മുടെ സൂപ്രണ്ടുമാരുണ്ട്. ഇദ്ദേഹം അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ജഡ്ജസ് അക്കോമഡേഷൻ കൈകാര്യം ചെയ്യുന്ന സൂപ്രണ്ടാണ് അലിയാർ. പിന്നെ വെഹിക്കിൾസിൻ്റെ മാനേജ്മെൻറ്റ് ബാലമുരളി, അദ്ദേഹം ഒരു സെക്ഷൻ്റെ സൂപ്രണ്ടാണ്. ഇത് ബേസിൽ, അദ്ദേഹവും ആണ് ജഡ്ജസിൽ സ്റ്റാഫൊക്കെ പോകുന്നത്. അങ്ങനത്തെ വിവിധങ്ങളായ ഡ്യൂട്ടീസ് ഓരോ ആളുകൾക്കും കൊടുത്തിട്ടാണ് നമ്മളിത് ഒരു കൃത്യമായ ഏകോപനത്തോടു കൂടി പരാതികളും, ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമായി ഏറ്റവും ഭംഗിയായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ നീതിയുക്തമായി ഇത് നടന്നു പോവുക എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ട്. നമ്മളുടെ AEOമാരെല്ലാവരും ഡ്യൂട്ടിയിലാണുള്ളത്. AEOയുടെ പ്രതിനിധിയാണ് എറണാകുളം AEO ഡിപ്യൂട്ടീസറുണ്ട്. AEOമാരെല്ലാവരും പല വേദികളിൽ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ അങ്ങനെ വളരെ നന്നായിട്ട് തന്നെ നടന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നന്നായി തന്നെ അത് സംഘടിപ്പിക്കാൻ കഴിയും. എന്താണ് പറയാനുള്ളത്? പറയുന്നില്ല, ഞങ്ങൾക്ക് എല്ലാവരുടെയും ഒത്തൊരുമയോടെ നന്നായിട്ട് ഇത് നല്ല രീതിയിൽ 4 ദിവസം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് സ്റ്റാഫിൻ്റെയും അതുപോലെ നാട്ടുകാരുടെയും ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും എല്ലാം സഹകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഈ സ്റ്റാഫുകളുടെ വിന്യാസം എങ്ങനെയായിരുന്നു? അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാമോ? ഞങ്ങളെല്ലാ സ്റ്റാഫിനെയും ഉൾക്കൊള്ളിച്ചിട്ടാണ് ചെയ്തത്. AEOമാരുടെ സ്റ്റാഫുമാർ, ഇത് ഞങ്ങളുടെ ഒരുമാതിരി എല്ലാ സ്റ്റാഫുമാരെയും എല്ലാവരും ഒരുമിപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത്. നമ്മളെ സൂപ്രണ്ട് ഒന്ന് 2 വാക്ക് പറഞ്ഞോ. എല്ലാം വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ ഈ കലോത്സവം ഭംഗിയായി നടത്തിയതിന് എല്ലാവിധ സന്തോഷവും. അപ്പോൾ എല്ലാവരും വളരെ മനോഹരമായി തന്നെ നമുക്ക് നമ്മളെ പഴയ കുട്ടിക്കാലം വീണ്ടും തിരിച്ചു വന്ന ഒരു സമയം, ഒരു 5 ദിവസം ഉണ്ടായിരുന്നല്ലോ, പഴയ കലോത്സവ ഓർമ്മകളിൽ നിന്ന് നന്നായിരുന്നു. അത്
വളരെ ഭംഗിയായിട്ട് സംഘടിപ്പിക്കാൻ പറ്റി എന്നുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ച് കുറുപ്പുംപടി എന്നൊരു ഗ്രാമത്തിൽ വെച്ച് നമുക്ക് ജനങ്ങളുടെ സഹകരണം മാത്രമല്ല, ജനപ്രതിനിധികളുടെ സഹകരണങ്ങൾ, വിവിധ അധ്യാപകരുടെ സഹകരണങ്ങൾ വളരെ ഭംഗിയായിട്ട് സംഘടിപ്പിക്കാൻ പറ്റി. മത്സരങ്ങൾ ഇന്നലെയൊക്കെ കാണാൻ നല്ല ക്രൗഡ്, നല്ല ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. നമുക്ക് ഞങ്ങളുടെ ഒരു കുട്ടിക്കാലമൊക്കെ ഓർത്തു പോകുന്നുണ്ട്. സാറിന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ വളരെ ശ്രമകരമായ ഒരു പണിയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജഡ്ജസിനെ എല്ലാം DGയുടെ ഒരു പാനലിലാണ്. ആ പാനലിനെ ഇവിടെ എത്തിച്ച് നമ്മൾ വലിയ കുറ്റമറ്റ രീതിയിൽ നടത്തുക എന്നുള്ള വളരെ ശ്രമകരമായ പണിയാണ്. അത് വിജയിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എനിക്ക് ജഡ്ജസിൻ്റെ മൂവ്മെൻ്റ് ആയിരുന്നു. കാരണം ജഡ്ജസ് അക്കോമഡേഷൻ സെൻറ്ററിൽ വരികയും അവർ വിവിധ സ്റ്റേജുകളിലേക്ക് എത്തിക്കുകയും നമ്മുടെ ഓഫീസിൽ കൊണ്ടുവരികയും അങ്ങനെ ജഡ്ജസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയായിരുന്നു. ഇതിന് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. കാരണം വളരെ ദൂരം നിന്ന് വരുന്ന ജഡ്ജസാണ്. അവരുടെ സമയം നമ്മളെപ്പോലെ തന്നെ അവരും പ്രാധാന്യമുള്ളവരാണ്. അവർ ഞങ്ങൾ നല്ല രീതിയിൽ കെയർടേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരുടേതായ എല്ലാ കർത്തവ്യവും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ 5 ദിവസം മേള എന്ന് പൂർത്തിയാവണം. ഒരു ഗ്രാമത്തിലേക്ക് മേള വന്നിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ മേള നടത്തുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ പിറവത്താണ് വെച്ച് മേള നടത്തിയത്. ഇപ്പോൾ പിറവത്ത് മേള നടത്തിയപ്പോഴും അതൊരു വിജയകരമായ വളരെ സക്സസ്ഫുള്ളായ ഒരു മേളയായിരുന്നു. പ്രാവശ്യം നമ്മൾ കുറുപ്പുംപടി നടത്തി. ഗ്രാമങ്ങളിൽ മേള നടത്തുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ജനങ്ങളുടെ പിന്തുണ ഇതിന് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ എമർജൻസി ആയിട്ട് പല സിറ്റുവേഷൻസും വരും. അപ്പോൾ ജനങ്ങളുടെയും കൂടെ ഒരു പിന്തുണ ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിയുകയാണെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റ്, അതുപോലെ സ്കൂൾ മാനേജ്മെൻറ്റിനെ നിയന്ത്രിക്കുന്ന പള്ളിയുടെ മാനേജ്മെൻറ്റ്, SNDP, ഫാസ്, യൂത്ത് ലീഗ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ഹാളുകൾ, അവരുടെ മാനേജ്മെൻറ്റ്, അവരുടെ എല്ലാ ഭാഗത്തും നമുക്ക് സഹകരണം കിട്ടി. ഇവിടെയുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കിട്ടി. അതുപോലെ പഞ്ചായത്ത്, രായമംഗലം പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പർമാർ, അത്രയും ഒരു സഹകരണം ചിലപ്പോൾ നമ്മൾ മെട്രോ നഗരങ്ങളിൽ നടത്തിയാൽ ചിലപ്പോൾ കിട്ടായില്ല. ഇപ്പം ഞങ്ങൾ സ്കൂൾ ഒളിമ്പിക്സ് നടത്തിയപ്പോൾ അത് വൻ വിജയമായിരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോൾ സാധാരണ ജനങ്ങൾക്കും ഒരു സന്തോഷമാണ്. അവർക്കിതെല്ലാം കാണാനും ഇതെങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ കാണാനുള്ള ജനങ്ങൾക്കും ഒരവസരമുണ്ട്, നമുക്കും സന്തോഷമാണ്. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ശാന്തമായൊരു പ്രദേശമാണ്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ നടന്നുപോയി. എല്ലാവരുടെയും മികച്ച സഹകരണം ഉണ്ടായിരുന്നു. അപ്പോൾ 35ാമത് കലാമേള, 15ഓളം കമ്മിറ്റികൾ, 15ഓളം വേദികൾ, 10,000-ഓളം വിദ്യാർത്ഥികൾ, 14 സബ് ജില്ലകൾ ഇവിടെ പരിസമാപിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ ആരാണ് ഒന്നാമൻ രണ്ടാമൻ എന്ന് തിരിച്ചറിയുകയാണ്. മേളയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ എറണാകുളം DD നേതൃത്വത്തിലുള്ള ടീമിന് എല്ലാവിധ മീഡിയ സിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ മനോഹരമായി തന്നെ ഈ മേള ഈ കുറുപ്പുംപടി ഗ്രാമത്തിൽ നിങ്ങൾ വളരെ മനോഹരമായി തന്നെ ചെറിയ പൊട്ടലും ചീറ്റലും ഉണ്ടാകും. അതൊരു മേളയെ സംബന്ധിച്ച് ഉണ്ടായാൽ മാത്രമാണ് ഒന്നാമതായി തന്നെ ഒരാൾക്ക് മാത്രവും കഴിയുള്ളൂ. എങ്കിലും തന്നെ വളരെ സമാധാനപരമായ ഒരു മേള ഇവിടെ നടത്താൻ കഴിഞ്ഞു. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും DDക്കും അതുപോലെ നിങ്ങളുടെ ടീമിനുമാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. പുതിയ അതിഥികളുമായി നമ്മൾ വീണ്ടും എത്തുന്നതാണ്.